24-ന്റെ സ്റ്റാർ റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദിനെതിരായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭീഷണിയിൽ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമുണ്ടായി. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വിവിധ ജില്ലകളിൽ പ്രതിഷേധ പ്രകടനം നടന്നു. രാഷ്ട്രീയ പ്രവർത്തകർ സഹിഷ്ണുത നിലനിർത്തണമെന്ന് എം ഹസൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ നിലപാടിനെ അപലപിച്ച ഡിവൈഎഫ്ഐയും ഇന്ന് രംഗത്ത് വന്നു. അലക്സ് റാം മുഹമ്മദിനെ ഭീഷണിപ്പെടുത്തിയ സുരേഷ് ഗോപിയുടെ നിലപാടിനെതിരെ KUWJ സംസ്ഥാന കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. സംസ്ഥാന വ്യാപകമായി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്നത് സുരേഷ് ഗോപി അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് KUWJ മുന്നറിയിപ്പ്. ഇതിന്ന് സംസ്ഥാന വ്യാപകമായി ഈ കേന്ദ്രമന്ത്രിയുടെ നിലപാടിനെതിരെ പ്രതിഷേധങ്ങൾ നടക്കുകയാണെന്ന്. അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ ഒരു ആദ്യ പടിയെന്ന നിലയിലാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെതിരായി കൂടുതൽ ശക്തമായ സമ്മർദ്ദങ്ങൾ ഉയർത്തുന്നതിനുള്ള പ്രചാരണങ്ങളും പ്രതിഷേധങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാവും. മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ സഹിഷ്ണുത പുലർത്തണമെന്ന് UDF കൺവീനർ M ഹസൻ. സുരേഷ് ഗോപി ആവർത്തിച്ച് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അത് ഒരു കേന്ദ്രമന്ത്രിക്കെന്നല്ല, ഒരു രാഷ്ട്രീയ നേതാവിനും യോജിച്ചതല്ല. സുരേഷ് ഗോപിക്കെതിരെ മന്ത്രി PA മുഹമ്മദ് റിയാസും രംഗത്തെത്തി. അത് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥിതി ദയനീയമാണെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരമാണത്. എതിർ പാർട്ടിക്കാരോട് പോലും മാന്യമായി ഇടപെടണമെന്നാണ് തന്റെ നിലപാടെന്ന് പാലക്കാട് BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ. പത്രക്കാരോടൊന്നല്ല, എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരോട് പോലും മാന്യമായിട്ട് പെരുമാറണം എന്നുള്ള നിലപാടുള്ള ആളാണ്. വ്യക്തിപരമായിട്ട് ഒരാളെ അധിക്ഷേപിക്കുക, വ്യക്തിപരമായിട്ട് അധിക്ഷേപങ്ങൾ ചൊരിയുക എന്നുള്ളത് ഞാൻ ആ കാര്യത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മാന്യത പുലർത്തണം എന്നാണ്. സുരേഷ് ഗോപിയെ അടക്കി നിർത്താൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്ന് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റും ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം.